Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome. Today, what you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, സിഗ്നൽ. ഓക്കെ, സിഗ്നൽ. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ ഓർ എന്തെങ്കിലും കൈൻഡ് ഓഫ് അലേർട്ടായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻ. ഓക്കെ, ഓർ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഓർ മേ ബി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആവുന്നുണ്ട്. ഓക്കെ, ഓർ കുറച്ചുകൂടെ അലേർട്ട് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ അലേർട്ട് ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കൽ സിറ്റുവേഷൻ, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, സോ ചില ആളുകൾക്ക് റെഡ് ഫ്ലാഗ് ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പ്. സോറി, മേ ബി നിങ്ങൾ എന്തോ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഒന്ന് പെട്ടെന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി അവെയർ ലൈക്ക് നിങ്ങൾ എങ്ങനത്തെ ആളുകളെ ആണ് ഡീൽ ചെയ്യുന്നത് ഇൻ റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, സോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം എടുക്കുക. എല്ലാവരുടെ സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ആയിക്കൊള്ളണം എന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ്. ബട്ട് ഡെഫിനറ്റ്ലി ചില ആളുകൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്ന ആളുകൾ. ഓക്കെ, ഓർ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, റിലേഷൻഷിപ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക. കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജി സേവ് ചെയ്യണം, റേസ് ചെയ്യണം ത്രൂ യുവർ സാക്രൽ ചക്ര. നിങ്ങളുടെ സാക്രൽ ചക്ര കണക്ട് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ സെക്ഷൽ എനർജി കണക്ട് ചെയ്യുന്ന ലൈഫ് മൊമെന്റ്സ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് അങ്ങനെ ചില തോട്ട്സ് ഉണ്ടാവുന്നത്, ചില കാര്യത്തിനെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഓർ കുറച്ചുകൂടെ അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്നായിരിക്കാം, ഓർ മേ ബി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്രൽ ചക്ര ഒരുപാട് റേസ് ചെയ്യുന്ന, ക്ലെൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ്, കണക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ്, ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഐ നീഡ് ടു പാസ് ദിസ് മെസ്സേജ്. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ മിണ്ടാതിരുന്ന് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചില സിറ്റുവേഷൻസ്, എന്താണ് കാര്യങ്ങൾ. സോ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു അലേർട്ട് എന്നായിരിക്കാം, ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ ബെറ്റർ ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ സൈലൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ ഒരു സമയത്ത് സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബോധം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഹോപ്പ് ഉണ്ടാവുന്നുണ്ട്, ഒരു വഴി, മുന്നോട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഐഡിയ കിട്ടുക, ഒരു സ്പാർക്ക് കിട്ടുക, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുക സിറ്റുവേഷന്. അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ എത്ര കാലം എന്തൊക്കെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത് അവിടെ മാറ്റർ ആവുന്നില്ല. കാരണം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ബേണിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, കൈൻഡ് ഓഫ് ബേണിംഗ് ഡിസയർ. അതാണ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം, മേ ബി നിങ്ങൾ ആദ്യമായിട്ട് അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസിയിലേക്ക് വരുന്നതായിരിക്കാം. സോ ഗുഡ് തിങ്. ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഓക്കെ, പക്ഷെ അത് നമ്മൾക്കൊരു പ്രോബ്ലം ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്, ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ചിന്തിക്കണം. മേ ബി ഇത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾക്കത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നില്ല. ഓക്കെ, മേ ബി ചില സിറ്റുവേഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്.
ഓർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ. What you need to hear right now. What you need to hear right now. Alright. So ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സന്തോഷമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും ട്രബിൾ ആണെന്നുണ്ടെങ്കിലും ട്രിഗർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് വിക്ടറിയാണ്. ഓക്കെ, അത് നിങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സക്സസ് ആണ്. കാരണം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങളൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അതാണ് ചില ആളുകളെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫേവർ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതാണ് നിങ്ങളുടെ സൈലൻസിന് ഒരു പവർ ഉണ്ടാവുന്നത്. സോ ചില പ്ലേസിൽ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, ഓർ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു വിക്ടറിക്ക് വേണ്ടിയിട്ട്. ഓർ മേ ബി ലൈക്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് അത്രൊരു ബ്രൈറ്റ് ഓർ അത്രൊരു ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ സ്വയം കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാന്റസൈസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിലേക്ക് വരുന്നത് പോലെ, ഒരു ഫാന്റസി വേൾഡിൽ വരുന്നത് പോലത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ആളുകളോ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ലൈഫ് എക്സ്പീരിയൻസോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അതൊരു ഫാന്റസൈസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മേ ബി നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആയിരിക്കാം. ഓക്കെ, റെയർ ആയിട്ടുള്ള, അധികം ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത, നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട്, സ്കൈ ആയിട്ട് കണക്റ്റഡ് ആയിട്ട്, ലൈക്ക് നമ്മൾ ഡിവൈൻ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു ടൈമിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വേറെ ആളുകളുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർ വിചാരിക്കും നിങ്ങൾ വെറുതെ ഫാന്റസൈസ് ചെയ്യുകയാണെന്നുള്ളത്. ഓക്കെ, ഓർ ഫാന്റസി ഓർ മേ ബി ലൈക്ക് ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ ചില ആളുകൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ്സിലൂടെ പോകുന്നുണ്ട്. അതെല്ലാവർക്കും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തോളണം എന്നില്ല. ഓൾറൈറ്റ്, സോ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഓർ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലൈഫ് മെസ്സേജ്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള മെന്റൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഒരുപാട് ലൈക്ക് സ്പാർക്ക്, ലൈറ്റ്, വെളിച്ചുണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ ബിക്കോസ് ലൈക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഫെയ്ത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട്. ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ആളുകൾ, റിലേഷൻഷിപ്പിലുള്ള ആളുകൾ, ഓർ നിങ്ങൾക്ക് അങ്ങനെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കണക്ഷൻസ് തോന്നുന്ന ചില ആളുകൾ. ഓക്കെ, സോ ലൈക്ക് അവരായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില സിറ്റുവേഷൻ. ഓക്കെ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാനും ഹോപ്പ് ഉണ്ടാവുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചില ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾ അതൊന്ന് ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ചില പ്ലേസ്, ചില ആളുകള് നിങ്ങളുടെ എനർജി, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത്, ആ ഒരു കാര്യത്തിന്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ തോട്ട്സ് ഒരുപാട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ബിഹേവിയർ, ഇല്ല നിങ്ങളുടേതല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്മോക്ക് ചെയ്യാത്ത ആളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻസ്പയർഡ് ആവുന്നതായിരിക്കാം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ബാഡ് ആയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ നിങ്ങളെ ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ അങ്ങനെ നിൽക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു അഡിക്ഷൻ. Alright, it's a great message. So related. Okay, I know that ഈ ഒരു റീഡിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് സഫോക്കേറ്റ് ചെയ്യും, ഒരുപാട് ഇങ്ങനെ ബേൺ ചെയ്യും ഉള്ള സാധ്യതയുണ്ട്. Alright, കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചിലത് നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടമാക്കണം. അത് നിങ്ങളുടെ ഒരു അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു ശീലമാണെന്നുണ്ടെങ്കിലും, അത് ചില ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ചിലത് അങ്ങനെ
നിങ്ങൾക്ക് ലോസ് ആണ്, നിങ്ങൾക്കൊരു നഷ്ടമാണ് എന്നുള്ളത് അറിയാം. ഓക്കെ, ബട്ട് നിങ്ങൾക്കറിയാം അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, ലൈക്ക് അതാണ് ചില ആക്ഷൻസ് എടുക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഡൈജസ്റ്റ് ആവാത്തത് സിറ്റുവേഷൻ. ബട്ട് സംഭവം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്ലോലി നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു പേഷ്യൻസ് ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് നമ്മളൊരു പുതിയ കാര്യം നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്, ഒരു കാര്യം ശ്രമിച്ച് കണ്ടെത്തുന്നത് പോലെ ഒരുപാട് പരിശ്രമിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു വിജയത്തിൽ എത്തുന്ന ഒരു മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പരിശ്രമ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം ഉണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത്, ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ് ആണ് ചില ആളുകൾക്ക്. ഡെഫിനറ്റ്ലി ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, പ്ലീസ് പ്രൊട്ടക്ട് യുവർ സെൽഫ്, യുവർ സാക്രൽ എനർജി, സെക്ഷൽ എനർജി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. വെരി കെയർഫുൾ നിങ്ങൾ ആരായിട്ടാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അവരുടെ ഒരു ഹാബിറ്റ്, അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്താന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവിടെ അത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കാതിരിക്കുക. ഐ ഡോണ്ട് നോ ലൈക്ക് ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ബട്ട് നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകള് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഹീറ്റ് ആവുന്ന ശരീര സിറ്റുവേഷൻ ആയിരിക്കും. ഈ ഒരു മൊമെന്റില് ശരീരം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് ചൂട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കാം. കാരണം സ്ലോലി, അതായത് എന്തെങ്കിലും ഒരു സ്ലോ പ്രോസസ്സിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നിങ്ങൾ മേ ബി വളരെ ഇംപേഷ്യന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ആ ഒരു മാറ്റം നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ശരീരമോ നിങ്ങളൊരു നേച്ചറോ അങ്ങനെ ആയിരിക്കാം, പെട്ടെന്ന് ഹീറ്റ് ആവുന്ന സ്വഭാവമോ ശരീരം ആയിരിക്കാം ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ അത് നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറച്ചുകൂടെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ കൺവിൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കാരണം മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ ഒരു കാര്യം എന്താണ്, അതിന്റെ ഒരു റിയൽ നേച്ചർ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടൊക്കെ പുറത്തേക്ക് വരാൻ സാധിക്കുന്നത്. ഓക്കെ, ഇമോഷണലി ഒന്നും എടുക്കാതെ, ഓക്കെ ഇതെനിക്ക് ശരിയാവില്ല, ഇതെനിക്ക് ഇഷ്ടമുള്ളതായിരിക്കാം പക്ഷെ ഇതെനിക്ക് ശരിയാവില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്വയം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൺവിൻസ്ഡ് നിങ്ങൾ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് അങ്ങനത്തെ ഒരു ഹോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ്, ശരീരം, സോളൊക്കെ എക്സ്പാൻഡ് ആവുന്ന ചില ലൈഫ് മൊമെന്റ്സ്, തോട്ട്സ്, കാഴ്ചപ്പാട് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതാണ് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം വേണം, ഓർ എനിക്ക് എന്തൊക്കെയോ മാറ്റം വേണം, ഈ ഒരു സിറ്റുവേഷന് മാറ്റം വേണം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, ക്ഷമയോട് കൂടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം എക്സാക്ട്ലി നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് എവിടേക്കോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.